സ്ഥാനപ്പേരുകളിൽ ഔലിയാക്കൾ പ്രത്യേകം നടത്തിയ സ്ഥാനപ്പേരാണ് അബുൽ ആലമീൻ. അതിനെ കൊച്ചാക്കുകയാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾക്ക് പിഴച്ച അബദ്ധത്തെ, അല്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം മഹാന്മാരെ കൊച്ചാക്കാൻ വേണ്ടി കിതാബുകളിൽ തെറ്റിദ്ധാരണകൾ നടത്തുക എന്നൊരു ഫത്വയും കസറും മാറിയിട്ടുള്ളതും ചോദ്യം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുരുവട്ടൂർ ഷെയ്ഖിൻ്റെ 3 മൈക്കുകളാണെന്ന് അവകാശപ്പെടുന്ന, കുരുവട്ടൂർ ഷെയ്ഖ് സംസാരിച്ചത് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് അവകാശപ്പെടുന്ന സാക്ഷാൽ കുരുവട്ടൂരിൻ്റെ അളിയനായ അബ്ദുസ്സമദ് അൻവരിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഈ പറഞ്ഞതിന് യഥാർത്ഥത്തിൽ റഹ്മത്തുള്ള ഖാസിമി മുത്തേടൻ തന്നെ അദ്ദേഹത്തിന് മറുപടി പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ അബുൽ ഇൽമൈൻ എന്നാണ് അവരുടെ മറ്റൊരു ഓമന പേര്. അതായത് ഇൽമുൽ ലാഹിരിയും ഇൽമുൽ ബാത്തിനിയും നിറച്ച നിറകുടമായിരുന്നു ആര്? അഹ്മദുൽ കബീർ. അതുകൊണ്ട് അദ്ദേഹത്തിന് അബുൽ ഇൽമൈൻ എന്ന പേരുണ്ട്. അപ്പോൾ നൗഷാദിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ കുരുവട്ടൂർ ഹക്കീമിൻ്റെ അളിയൻ അബ്ദുസ്സമദിൻ്റെയും വാദത്തെ സാക്ഷാൽ റഹ്മത്തുള്ള ഖാസിമി തന്നെ പൊളിച്ചടുക്കിയ സ്ഥിതിക്ക് നമുക്ക് മറ്റു വിഷയത്തിലേക്ക് പോകാം. ഞങ്ങൾ നോട്ടീസ് ഇറക്കിക്കോളാം. നാറുൽ ഉലമ എന്ന് പറഞ്ഞാൽ എന്തായും അതിനർത്ഥം നല്ലക്ക് വെച്ചോളി. വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചൂട് പിടിക്കുന്ന ആളായിരുന്നു MA ഉസ്താദ്. തേവീരുമാണെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ പച്ചമാംസം മാത്രം തിന്ന് പരിചയമുള്ള അബ്ദുസ്സമദ് അൻവരി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട MA ഉസ്താദിനെ, നൂറുൽ ഉലമയെ പച്ചമാംസം തിന്നുകയാണ്. വെറുതെ ഇതിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയ്ക്ക് പേര് മാറ്റി നാറുൽ ഉലമയാക്കണം എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്താ നാറുൽ ഉലമ, നല്ലക്ക് വ്യാഖ്യാനിച്ചു എന്നാണ് പറയുന്നത്. ആ വ്യാഖ്യാന പ്രകാരം ആരാണ് ശരിക്കും നാറ് എന്ന് നമുക്കൊന്നും കൂടി നോക്കാം. ഇവൻ തന്നെ അത് പറയുന്നുണ്ട്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ പണ്ഡിതന്മാരുടെ മാംസഭോജിയായ അബ്ദുസ്സമദ് അൻവരി എന്ന് പറഞ്ഞ ചങ്ങാതി ഒരു പൊതുപരിപാടിയിലാണ് ഇത്തരം അത്തും പിത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ തലക്കകത്ത് ചൂടാണ്. അങ്ങനെ ചൂടുള്ളവൻ എന്ത് വിളിക്കും? അദ്ദേഹം തന്നെ ആദ്യം പറയട്ടെ. നാറുൽ ഉലമ എന്ന് പറഞ്ഞാൽ എന്തായും അതിനർത്ഥം നല്ലക്ക് വെച്ചോളി. വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചൂട് പിടിക്കുന്ന ആളായിരുന്നു MA. അപ്പോൾ ഇവൻ്റെ വ്യാഖ്യാനശാസ്ത്ര പ്രകാരം ഏറ്റവും കൂടുതൽ നാറുൽ ഉലമ എന്ന് വിളിക്കാൻ പറ്റിയ സാധനം ഈ അബ്ദുസ്സമദ് അൻവരി ഇല്ലേ? അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയല്ല മനസ്സിലായിട്ടുള്ളത്? ഇതാ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉളുപ്പില്ല. ഇവർ ഇന്നലെ എന്താ പ്രസംഗിച്ചതെന്ന് ഇന്നറിയില്ല. ഇന്ന് പ്രസംഗിച്ചതല്ല ഈ 3 നാളെ പറയുന്നത്. വെറൈറ്റി ആയിരിക്കും. ഇവർ തന്നെ പറഞ്ഞതിന് ഖണ്ഡനായിരിക്കും. ഇന്നലെ പറഞ്ഞതിന് മറുപടിയാണ് ഇന്ന് പറയുക. ഇനി വേറെ ഒരു ഉളുപ്പില്ലാത്തവൻ പറയുന്നത് കേട്ടോക്കി. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളെയും ഒരു സൂറത്തിനെ തന്നെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പച്ചത്തെറി പറയാന്നുള്ളതിന് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കുറച്ച് വൈകാരികമായിട്ട് പറയും. കാരണം ഈ ആദ്യ വർത്താനം പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, അത് സ്ട്രോങ് ആവേണ്ടടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പറയണ്ടേ, അങ്ങനെ തന്നെ പറയണോ? അവിടെ ചിലപ്പോൾ പ്രതിപക്ഷ ബഹുമാനം മാനവികത ഒന്നും ഉണ്ടാവില്ല. അള്ളാഹ്ക്കില്ലാത്ത മാനവികത നമുക്ക് ആവശ്യമുണ്ടോ? തബ്ബത്തി യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഇനി പറയാൻ ബാക്കിയല്ലോ ഉണ്ടോ? എന്തായാലും അതിന്റെ തക്കാത്ത് കൊടുക്കാനുള്ളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടുമ്പോ മശായിഖന്മാരെ പറ്റി നമ്മളെ പറ്റി നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾ പറഞ്ഞോളെ, നിങ്ങൾക്കൊരു സുഖത്തിന് നല്ലതാ. അല്ല പിന്നെ തൊഴിയൂർ കുഞ്ഞമ്മദ് ഈ ആയത്ത് ഓതിയ ബാക്കിയുള്ള മുസ്ലിമീങ്ങളൊക്കെ ഇതേ അർത്ഥം മനസ്സിലാക്കി അന്നെ പച്ചത്തറി ഒളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു സുഖമോ? അതെങ്ങനെ? ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂലി കിട്ടാൻ വേണ്ടിയിടോ അന്നെ തെറി വിളിക്കണത്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ തൊടിയൂർ കുഞ്ഞമ്മദിനെ തെറി വിളിക്കണോ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റാന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? കാരണം വേറെയുള്ള ആലിമീങ്ങളൊക്കെ തെറി വിളിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം എന്നാണ് എനിക്ക് പറയുന്നത്. അബൂലഹാബിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ, അതുകൊണ്ട് ബാക്കിയുള്ള ആലിമീങ്ങളൊക്കെ തെറി വിളിക്കാന്ന്. അപ്പോൾ ഈ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഇത് മനസ്സിലാക്കി ഇത് തൊയ്യൂർ കുഞ്ഞമ്മദിനെയും കാട്ടുകള്ളനായ നൗഷാദിനെയും അതുപോലെ തന്നെ ആ പറഞ്ഞ അബ്ദുസ്സമദിനെയും ഈ ഫായിലില്ലാത്ത ചങ്ങായിയൊക്കെ തോന്നിയാത്തം വിളിക്കാനാണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ തെറ്റെന്ന് പറയാൻ പറ്റുമോ?
എടാ ചങ്ങാതി, എന്നെപ്പോലത്തെ ആൾക്കാർ വേദി കയറിയിട്ട് എന്തെങ്കിലും നോളത്തരം പറയരുത്. പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ളതും ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നതും മുഅ്മിനീങ്ങൾക്ക് ഉപകാരമുള്ളതായ വിഷയം പറഞ്ഞു വെച്ചെങ്കിൽ അതാണ് ഇൽമ് എന്ന് പറയാം. ഈ ജാതി തൊള്ളി തോന്നി പറയേണ്ട പേരല്ല ഇൽമ്. അതുകൊണ്ട് ഇജ്ജ് ജാഹിലാണ്, ഇജ്ജ് ആലിമുമല്ല. അതുകൊണ്ട് അന്നെ പച്ചത്തെറി ഇജ്ജ് പറഞ്ഞ വ്യാഖ്യാന പ്രകാരം വിളിച്ചു വെച്ചിട്ട് അതൊരു തെറ്റുമല്ല. ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയാണ്. ഇജ്ജ് എന്താണ് ഈ സമൂഹത്തിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്താണ് വ്യാഖ്യാനം? നീ പറഞ്ഞത് പ്രകാരം തൊള്ളി തോന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തുള്ളത് എന്നതിന് എനിക്ക് അടുത്ത പ്രസംഗത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു തെളിവ് ഉണ്ടെങ്കിൽ പറയും. ഫായിൽ ഒന്നാണ് എങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നീ ഒരു പിതാവിൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ നീ തെളിവായിട്ട് കൊണ്ടുപോവാ. നീ പറഞ്ഞതുപോലെ കുറച്ച് ചൂട് തന്നെയാണ് ഈ പറയുന്നത്. കാരണം എന്താ, തൊട്ട് കളിക്കുന്ന വിശുദ്ധ ഖുർആനിലാണ്. ചേകന്നൂരിൻ്റെ റൂട്ടാണ് എൻ്റേത് എന്ന് പറഞ്ഞാൽ കുരുവട്ടൂർ ഹക്കീമിൻ്റേത്. ഞാൻ മുമ്പേ പറയാറുണ്ട്, ചേകന്നൂർ മൗലവിയും കുരുവട്ടൂർ മൗലവിയും തമ്മിലുള്ള വ്യത്യാസം മാവി മുതാരി എന്ന വ്യത്യാസമുള്ളൂ. ഒന്ന് ഭാവിയാണ്, ഭൂതാണ്, ഈ വ്യത്യാസമുള്ളൂ. അത് ആ പറഞ്ഞ വാക്കിനെ അർത്ഥവൽക്കരിക്കപ്പെടുന്ന സംസാരങ്ങളാണ് ഓരോ ദിവസവും നിൻ്റെയും നിൻ്റെ കൂട്ടുകാരുടെയും വായിലൂടെ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. 3 സാധനങ്ങൾ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി 13 വർഷം മെനക്കെട്ടിട്ടും സുന്നത്ത് ജമാഅത്തിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലങ്ങായി. ആകാശത്ത് കിടക്കുന്ന അമ്പിളിമാമനെ നോക്കിയിട്ട് കുരക്കുന്ന അതേ ശുരകൻ്റെ അതേ ഭാഷയിലാണ് ഇത് 13 കൊല്ലം കഴിഞ്ഞിട്ടും കുരക്കുന്നത്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ എന്താണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ തകർക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് മതി. 13 കൊല്ലം കുരച്ചിട്ടും എനിക്ക് ഇസ്ലാമിനെയോ സുന്നത്ത് ജമാഅത്തിനെ തൊടാൻ പറ്റിയിട്ടില്ല. ഖിയാമത്ത് നാളോളം എൻ്റെ ഒക്കെ ഖിയാമത്ത് നാൾ വരെ കുരച്ചാലും ഇവിടെ ഒരു ശരിയും സംഭവിക്കില്ല. എൻ്റെ കുരുവട്ടൂരുകളും മനസ്സിലാക്കേണ്ട വസ്തുതാപരമായ ഒന്നാണത്.